നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പറോൺ കൺസെപ്റ്റിനെ കുറിച്ചാണ്. പ്രോകാരിയോട്ടിക് ഓർഗാനിസത്തിൽ എങ്ങനെയാണ് ജീൻ എക്സ്പ്രഷൻ നടക്കുന്നതിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം യൂക്കാരിയോട്ടിക് ഓർഗാനിസത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന് സെല്ലിന് കൃത്യമായിട്ട് ന്യൂക്ലിയസ് ഉണ്ടാകും. ആ ന്യൂക്ലിയസിനകത്തായിരിക്കും അവിടെ ജെനിറ്റിമെറ്റലായിട്ടുള്ള DNA ഉണ്ടാകുക. അപ്പം ഈ DNAക്കകത്ത് ഇൻഫർമേഷനുകൾ ഇപ്പം ഒരു ക്യാരക്ടർ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടീനുകൾ നൈട്രജൻ ബേസിൻ്റെ സീക്വൻസിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാകും. അപ്പം യൂക്കാരിയോട്ടിക്കിൻ്റെ കേസിലെന്ന് പറയുമ്പോൾ ഒരു ലെങ്തി ആയിട്ടുള്ള 2.5 മീറ്ററോളം നീളമുള്ള DNAയുടെ പല പൊസിഷനുകളിലായിട്ടായിരിക്കും ഈ ക്യാരക്ടറുകളെ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാകുക. അപ്പം ഒരു മെറ്റബോളിസം നടക്കുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒന്നിലധികം എൻസൈമുകൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. ആ എൻസൈമുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് യൂക്കാരിയോട്ടിക് ഓർഗാനിസത്തിൻ്റെ കേസിൽ ആ എൻസൈമുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റബോളിസം നടക്കുന്ന സമയത്ത് ആ മെറ്റബോളിസത്തിനകത്ത് പങ്കെടുക്കുന്ന സബ്സ്ട്രേറ്റ് ഏതാണോ ആ സബ്സ്ട്രേറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ എൻസൈമുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാരണം യൂക്കാരിയോട്ടിക് ഓർഗാനിസത്തിന് വലിയ എനർജി നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല. പക്ഷേ ഈ പ്രോകാരിയോട്ടിക് ഓർഗാനിസം, ഉദാഹരണത്തിന് ബാക്ടീരിയ പോലത്തെ ഓർഗാനിസംസ് ആണെങ്കിൽ അവരുടെ ബോഡി തന്നെ അല്ലെങ്കിൽ അതിനകത്തുള്ള ജെനറ്റിക് മെറ്റീരിയൽ തന്നെ വളരെ സിമ്പിൾ സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഉദാഹരണത്തിന് ഇപ്പം ഒരു ബാക്ടീരിയ ഓർഗാനിസം അതിന് കിട്ടുന്ന ഫുഡ് മെറ്റീരിയൽ ലാക്ടോസ് എന്ന് പറയുന്ന ഒരു ഫുഡ് മെറ്റീരിയലാണ് അതിന് കിട്ടുക എന്ന് വിചാരിക്കുക. ലാക്ടോസ്. അപ്പോൾ ഈ ലാക്ടോസ് ഒരു ഡൈസാക്കറൈഡ് ആണ്. 2 ഷുഗർ മോളിക്യൂളുകളുള്ള ഒരു സ്ട്രക്ചറാണ് ലാക്ടോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ മെറ്റബോളിസത്തിന് വിധേയമാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിനെ വിഘടിപ്പിച്ച് കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഒരു മോണോസാക്കറൈഡും ഗാലക്ടോസ് എന്ന് പറയുന്ന വേറൊരു മോണോസാക്കറൈഡുമാണ് കിട്ടുക. അപ്പോൾ ഇത് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഈ ലാക്ടോസ് കൺവേർട്ട് ചെയ്യപ്പെട്ട ഗ്ലൂക്കോസും ഗാലക്ടോസും ആകുന്നതിന് നമുക്ക് ഇതിനകത്ത് പ്രോകാരിയോട്ടിക് ഓർഗാനിസത്തിന് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വരുന്ന എൻസൈമുകൾ എന്ന് പറയുന്നത് 3 ടൈപ്പ് എൻസൈമുകളാണ്. ഒന്ന് ബീറ്റ ഗാലക്ടോസ് സിഡേസ്, പിന്നെ ഒരു പെർമിയേസ് എന്ന് പറയുന്ന ഒരു എൻസൈം, പിന്നെ പറഞ്ഞാൽ ട്രാൻസ് അസറ്റിലേസ് എന്ന് പറയുന്ന എൻസൈം. ഇങ്ങനെ 3 എൻസൈമുകൾ അല്ലെങ്കിൽ പ്രോട്ടീനുകൾ 3 പ്രോട്ടീനുകൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് ലാക്ടോസ് എന്ന് പറയുന്ന ഡൈസാക്രൈഡിനെ മെറ്റബോളിസത്തിലൂടെ ഗ്ലൂക്കോസും ഗാലക്ടോസും ആക്കുക. ഞാൻ പറഞ്ഞത് ഇത് യൂക്കാരിയോട്ടിക് ഓർഗാനിസത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഈ 3 എൻസൈമുകൾ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് യൂക്കാരിയോട്ടിക് ഓർഗാനിസത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഒരു സംഗതിയല്ല. കാരണം ഒരു എനർജി നഷ്ടം അങ്ങനെ ഭയങ്കര ഒരു പ്രശ്നം വരുന്നൊരു സാധനമല്ല. പക്ഷെ പ്രോകാരിയോട്ടിക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ മെറ്റബോളിസം നടന്ന് ഈ പ്രോഡക്റ്റുകൾ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ മാത്രമേ ഈ എൻസൈമുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യമുള്ളൂ. അല്ലാത്ത സമയങ്ങളിലെല്ലാം ഈ ലാക്ടോസ് ഇല്ലാത്ത സമയത്ത് ഒരു കാരണവശാലും ഈ 3 എൻസൈമുകൾ പ്രൊഡ്യൂസ് ചെയ്ത് ഈ മെറ്റബോളിസത്തിന് വേണ്ടിയിട്ട് എനർജി നഷ്ടപ്പെടുത്തുന്നത് ഒരു ലോസ് പ്രോസസ്സാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യും? അവർ നിയന്ത്രിക്കുന്ന ഒരു മെക്കാനിസമാണ് ഏത് നമ്മളിനി പറയാൻ പോകുന്ന ഓപ്പറോൺ കൺസെപ്റ്റിനകത്തുള്ള ഒരു എക്സാമ്പിൾ. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഒരു ഓപ്പറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ജീനുകളാണ്. സെറ്റ് ഓഫ് ജീൻസ് വിച്ച് റെഗുലേറ്റ് എ മെറ്റബോളിസം ഈസ് കാൾഡ് ഓപ്പറോൺ. അതിനാണ് ഓപ്പറോൺ എന്ന് പറയുക. അതിനൊരു എക്സാമ്പിളായിട്ടാണ് ഈ ലാക്ടോസിൻ്റെ മെറ്റബോളിസം ഞാൻ പറയാൻ പോകുന്നത്. ലാക്ടോസിനെ കൺവേർട്ട് ചെയ്ത് ഗ്ലൂക്കോസും ഗാലക്ടോസും ആക്കുന്ന പ്രക്രിയ നിയന്ത്രിക്കുന്ന ഒരു കൂട്ടം ജീനുകൾ ഉണ്ടാവും. ആ ഒരു കൂട്ടം ജീനുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലാക്ക് ഓപ്പറോണുകൾ അല്ലെങ്കിൽ ലാക്ടോസ് ഓപ്പറോണുകൾ എന്ന് പറയുക. എന്താണ് പറയുക? ലാക്ക് ഓപ്പറോണുകൾ. ലാക്ടോസ് ഓപ്പറോൺ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ട് ലാക്ക് ഓപ്പറോൺ എന്ന് പറയും. അപ്പോൾ ഞാനിത് പറഞ്ഞത് ശ്രദ്ധിച്ചോളണം. ഇത് ഒരു കൂട്ടം ജീനുകളാണ്. അവർ ഒരുമിച്ച് പണിയെടുക്കുമ്പോഴാണ് ലാക്ടോസ് എന്ന് പറയുന്ന മോളിക്യൂള് ഗ്ലൂക്കോസും ഗാലക്ടോസുമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുക. ക്ലിയർ ആയല്ലോ? ശരി. ഇനി ഈ സെറ്റ് ഓഫ് ജീനിനകത്ത് എന്തൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ലാക്ക് ഓപ്പറോണിനകത്തുള്ള കമ്പോണൻസ് ആരൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. അത് ഞാനൊരു സ്ട്രക്ചർ വെച്ചിട്ട് ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഒരു കൂട്ടം ജീനുകളാണ്. നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു. ഇത് ഒരു കൂട്ടം ജീനുകളാണ്. ഈ ജീനുകൾ ഞാൻ ഇതിനകത്ത് പല പേരുകളിൽ ഞാൻ ലേബൽ ചെയ്തിട്ടുണ്ടാകും. കാണാമല്ലോ. ഒന്ന് റിപ്രസർ ജീനുകൾ അല്ലെങ്കിൽ ഇൻഹിബിറ്റർ ജീനുകൾ എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ടാകും. ഇതാണ് ഫസ്റ്റ് പാർട്ട്. ഞാൻ ഇതിനെ എങ്ങോട്ടേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരച്ചു തരാം.
ഇങ്ങനെ ഒരു സെറ്റ് ജീനുകളാണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടും ജെനറ്റിക് മെറ്റീരിയലിൻ്റെ പാർട്ടുണ്ട്, ഇങ്ങോട്ടും ജെനറ്റിക് മെറ്റീരിയലിൻ്റെ പാർട്ടുണ്ട്. പക്ഷേ ഈ ഭാഗമാണ് ഈ ലാക്ടോസിൻ്റെ മെറ്റബോളിസത്തിനെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിതിനെ ഇത്രയും പാർട്ടുള്ള ജീനുകൾ ആരൊക്കെയാണെന്നാണ് പരിചയപ്പെടുക. അപ്പോൾ ഇതിനകത്തുള്ള ആദ്യത്തെ കക്ഷിയുടെ പേര് റിപ്രസർ പ്രോട്ടീൻ എന്നാണ് പറയുക. എന്താണ് പറയുക? റിപ്രസർ ജീൻ എന്നാണ് പറയുക. റിപ്രസർ ജീൻ. അല്ലെങ്കിൽ ഇയാൾക്ക് വേറൊരു പേരും കൂടെയുണ്ട്, ഇൻഹിബിറ്റർ ജീൻ എന്നും പറയാറുണ്ട്. അയാളുടെ പേരൊന്നും കൂടെ ഞാൻ എഴുതുകയാണ്, ഇൻഹിബിറ്റർ ജീൻ. അപ്പോൾ ഞാൻ തൽക്കാലം അയാളെ ആർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ജീന് കൺവേർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ ജീനിൻ്റെ പ്രവർത്തന ഫലമായിട്ട് അല്ലെങ്കിൽ ഇതിനെ ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്നുണ്ടാകുന്ന ഒരു പ്രോട്ടീൻ ഉണ്ടാകും. ഈ പ്രോട്ടീൻ്റെ പേര് റിപ്രസർ പ്രോട്ടീൻ എന്നാണ് കക്ഷിയുടെ പേര്. എന്താണ് പേര്? റിപ്രസർ പ്രോട്ടീൻ. ഉദാഹരണത്തിന് ഇയാളൊരു സ്പെസിഫിക് ഷേപ്പുള്ള ഒരു കക്ഷിയാണെന്ന് വിചാരിക്കുക. ഇതാണ് ഈ റിപ്രസർ പ്രോട്ടീൻ്റെ സ്ട്രക്ചർ. ഇങ്ങനെയാണ് കക്ഷി ഇരിക്കുക. അപ്പോൾ എന്തിനാണ് ഈ പ്രത്യേക ഷേപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി തുടർന്ന് അങ്ങോട്ട് പറയുന്ന ബാക്കി ആളുകളെ പരിചയപ്പെടുമ്പോൾ അത് മനസ്സിലാവും. ഇനി ഇത് റിപ്രസർ പ്രോട്ടീൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന ആളിൻ്റെ പേര് പ്രൊമോട്ടർ സൈറ്റ് എന്നാണ് പറയുക, അല്ലെങ്കിൽ പ്രൊമോട്ടർ ജീൻ എന്നാണ് പറയുക. എന്താണ് പറയുക? പ്രൊമോട്ടർ. ഞാൻ തൽക്കാലം ഇതിനെ പി എന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതി. ഇദ്ദേഹത്തിൻ്റെ പേര് പ്രൊമോട്ടർ എന്നാണ് പറയുക. പ്രൊമോട്ടർ. ഈ പ്രൊമോട്ടർ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രൊമോട്ടർ ജീനിൽ നിന്നാണ് RNA പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ടാകുക. ഞാനിപ്പോൾ തൽക്കാലം ഒരു ഡെമോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടെ നിന്നുണ്ടാകുക, പ്രൊമോട്ടർ ജീനിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രോട്ടീനാണ് അല്ലെങ്കിൽ എൻസൈമാണ് RNA പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം. ഇദ്ദേഹത്തിൻ്റെ ജോലി അതാത് ജീനുകളിൽ ചെന്നിട്ട് RNA പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ RNA പോളിമറൈസിൻ്റെ ജോലി. അങ്ങനെ RNA പോളിമറൈസ് ഇതിനകത്ത് ഉണ്ട് എന്ന് വിചാരിക്കുക. അത് ഇവിടെ നിന്നാണ് പ്രൊമോട്ടർ സൈറ്റിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക. ഓക്കെ, നെക്സ്റ്റ് അടുത്ത സ്ഥലത്തിന് നമ്മൾ വിളിക്കുന്ന പേര്, ഇയാളെ ഞാൻ വിളിക്കുന്നത് ഓപ്പറേറ്റർ ജീൻ എന്നാണ് പറയുക. എന്താണ് പറയുക? ഓപ്പറേറ്റർ. ഞാൻ O എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇവിടെ ഓപ്പറേറ്റർ എന്നാണ് കക്ഷിയുടെ പേര്, ഓപ്പറേറ്റർ. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്ഥലം, ഈ ജീനിൻ്റെ റിപ്രസർ പ്രോട്ടീനിന് വന്നിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റുന്ന പ്രത്യേക സ്ഥലങ്ങളുണ്ടാകും. ഇതാണ് ആ ബൈൻഡിങ് സൈറ്റ്. ആർക്ക് വന്ന് ബൈൻഡ് ചെയ്യാൻ? ഈ റിപ്രസർ പ്രോട്ടീൻ വന്ന് ബൈൻഡ് ചെയ്യാൻ. അപ്പോൾ അവിടെ അത് കറക്റ്റ് ഫിറ്റ് ആകുന്ന രീതിയിലായിരിക്കും അതിൻ്റെ ബൈൻഡിങ് സൈറ്റ് ഉണ്ടാകുക. ഇങ്ങനെ വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിതിനെ ഇതിനകത്ത് ഡെമോയിൽ കാണിച്ചു തരാം. അപ്പോൾ റിപ്രസർ പ്രോട്ടീൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒന്ന് ബൈൻഡ് ചെയ്യും. ഈ ഓപ്പറേറ്റർ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊമോട്ടർ സൈറ്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന RNA പോളിമറൈസ് ഈ ഓപ്പറേറ്ററിലൂടെയാണ് ഇവിടേക്ക് വരിക, ഇതിൻ്റെ തൊട്ടടുത്ത സ്ഥലത്തേക്ക് പാസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഈ ഓപ്പറേറ്റർ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാകും. ഈ ഓപ്പറേറ്ററിലാണ് ആര് വന്ന് ബൈൻഡ് ചെയ്യുക? ഞാൻ നേരത്തെ പറഞ്ഞ ഇതാണ് പ്രൊമോട്ടർ, റിപ്രസറിൽ നിന്നുണ്ടാകുന്ന റിപ്രസർ പ്രോട്ടീനാണ് ഇദ്ദേഹം. ഇതാണ് റിപ്രസർ പ്രോട്ടീൻ. അപ്പോൾ ഈ റിപ്രസർ പ്രോട്ടീൻ വന്നിട്ട് ഈ ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആർക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല? ഈ RNA പോളിമറൈസിന് ഇപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. ഇവിടെ ബ്ലോക്ക് ചെയ്യപ്പെടും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. നെക്സ്റ്റ്, ഇനി ഇവിടെയുള്ള 3 പേര് ആരാണെന്ന് നോക്കണം. ഈ 3 പേരുടെ പേര് അവരെ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേര് ദേ ആർ കോൾഡ് സ്ട്രക്ചറൽ ജീൻ എന്നാണ് അവരെ വിളിക്കുക. അവരുടെ പേര് സ്ട്രക്ചറൽ ജീൻ എന്നാണ് പറയുക. ഇതാണ് സ്ട്രക്ചറൽ ജീൻ. ഞാനിവിടെ സ്ട്രക്ചറൽ ജീൻ എന്ന് എഴുതി വെച്ചു. ഈ സ്ട്രക്ചറൽ ജീനിനകത്ത് 3 ജീനുകളാണ് കാണപ്പെടുക. ആളുടെ പേര് ശ്രദ്ധിച്ചോ. ഒരാളുടെ പേര് ലാക്ക് ഇസഡ് എന്നാണ് പറയുക. അടുത്ത ആളുടെ പേരോ ലാക്ക് വൈ എന്നാണ് പറയുക. അടുത്ത ആളുടെ പേര് ലാക്ക് എ എന്നാണ് പറയുക. അങ്ങനെ 3 ടൈപ്പ് ജീനുകളാണ് സ്ട്രക്ചറൽ ജീനിനകത്ത് ഉണ്ടാകും. ഈ 3 ജീനുകൾക്കും എന്തിൻ്റെ പ്രത്യേകത ഉണ്ടാകും? അവർ 3 ടൈപ്പ് പ്രോട്ടീനുകളെയാണ് ഉണ്ടാക്കുക. പ്രോട്ടീൻ മീൻസ് എൻസൈമുകളെയാണ് ഉണ്ടാക്കുക. അതായത് ഇവിടെ നിന്നുണ്ടാകുന്ന RNA പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം ഈ ഓപ്പറേറ്റർ കടന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു mRNA ഉണ്ടാകുകയും ഈ mRNA കൺവേർട്ട് ചെയ്യപ്പെട്ട ഒരു പ്രോട്ടീനായിട്ട് മാറുകയും ചെയ്യും. ഈ പ്രോട്ടീൻ്റെ പേരാണ് ഇതിൻ്റെ ഇവിടെ നിന്നുണ്ടാകുന്ന ഒരു എൻസൈം. ഇറ്റ് ഈസ് കാൾഡ് ദ ബീറ്റ ഗാലക്ടോസിഡേസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ബീറ്റ ഗാലക്ടോസിഡേസ്. അതുപോലെ ലാക്ക് വൈയിലേക്ക് ആരെത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള RNA പോളിമറൈസ് എത്തിക്കഴിഞ്ഞാൽ ഈ ഓപ്പറേറ്റർ കടന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇറ്റ് പ്രൊഡ്യൂസ് അനദർ mRNA. ആ mRNA കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു പ്രോട്ടീൻ ഉണ്ടാകും. പ്രോട്ടീൻ്റെ പേരാണ് പെർമിയേസ്. ഇതൊരു എൻസൈമാണ്, ഇതും ഒരു എൻസൈമാണ്.
സിമിലർലി ലാക്ക് എയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നും ഇതുപോലെ ഒരു mRNA പ്രൊഡ്യൂസ് ചെയ്യും. അത് പ്രോട്ടീനായിട്ട് മാറും. ആ പ്രോട്ടീൻ്റെ പേരാണ് ട്രാൻസ് അസെറ്റിലേസ്. അങ്ങനെ 3 എൻസൈമുകളും ഉണ്ടായിക്കഴിഞ്ഞാൽ ആര് വന്നു കഴിയുമ്പോൾ ഇവിടെ നിന്നുണ്ടാകുന്ന RNA പോളിമറൈസ് ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഈ 3 എൻസൈമുകളും ഉണ്ടാകും. ആ 3 എൻസൈമുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ 3 എൻസൈമുകൾ ലാക്ടോസ് എന്ന് പറയുന്ന ഒരു സബ്സ്ട്രേറ്റിനെ ഈ 3 എൻസൈമുകളുടെ സാന്നിധ്യത്തിൽ ആരൊക്കെയാക്കും? ഗ്ലൂക്കോസും ഗ്യാലക്ടോസുമാക്കി ഡീകമ്പോസ് ചെയ്യും, കാറ്റബോളിസം നടക്കും. അപ്പം ഈ ലാക്ടോസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ എൻസൈമുകൾ ഉണ്ടാക്കേണ്ട കാര്യമുള്ളൂ. അങ്ങനെ അവർ വന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അവിടെ നിന്ന് ഗ്ലൂക്കോസും ഗ്യാലക്ടോസും ഉണ്ടാക്കുള്ളൂ. നമ്മൾ എന്തിനാണ് ഈ മെറ്റബോളിസം ഓപ്പറോൺ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഫ് ദ ലാക്ടോസ് ഈസ് നോട്ട് പ്രസന്റ്, അവിടെ ലാക്ടോസ് ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റം, ഈ ഓപ്പറോൺ സിസ്റ്റം മൊത്തം ഓഫ് ചെയ്തിടുന്നതാണ് നല്ലത്. കാര്യം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇത് ഈ RNA പോളിമറൈസ് ഇങ്ങോട്ടേക്ക് വരികയും ഈ 3 എൻസൈമുകൾ ഉണ്ടായി ഈ കൺവേർഷൻ നടക്കുകയും ചെയ്യും. ക്ലിയർ ആയോ? അല്ല, ഇത് ഓഫ് ചെയ്തിരുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോറി, അപ്പോൾ ഇതിനകത്ത് അപ്പോൾ ഈ ലാക്ടോസ് ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെ ലാക്ടോസ് ഇല്ല എങ്കിൽ ഇവിടുന്ന് ഈ RNA പോളിമറൈസ് ഈ സ്ട്രക്ചറൽ ജീനിൻ്റെ അടുത്തേക്ക് വന്ന് ഈ 3 എൻസൈമുകൾ വെറുതെ ഉണ്ടാക്കിയിടേണ്ട കാര്യമില്ല എന്നുള്ളത് കൊണ്ട് ഈ സിസ്റ്റം ഓഫ് ചെയ്യുകയാണ്. ആര് ചെയ്യുക? ഈ ഓപ്പറേറ്റർ ജീൻ ആ സമയത്ത് സ്വിച്ച് ഓഫ് ചെയ്ത് ഈ സിസ്റ്റം സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കും. അങ്ങനെ ലാക്ക് ഓപ്പറോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്ന കണ്ടീഷൻ ഉണ്ടാകും. അങ്ങനെ ഈ സിസ്റ്റം ഓൺ ആകണോ ഓഫ് ആകണോ എന്ന് തീരുമാനിക്കുന്നത് യഥാർത്ഥത്തിൽ ആരാണ്? ഈ ലാക്ടോസ് എന്ന് പറയുന്ന ഒരു സബ്സ്ട്രേറ്റ് ആണ്. അതുകൊണ്ട് ലാക്ടോസിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇറ്റ് ഈസ് കാൾഡ് ദ ഇൻഡ്യൂസർ. ഇപ്പം നോക്കിയാൽ നമ്മൾ എത്ര പേരെയാണ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്? ഒന്ന് തുടക്കത്തിലുള്ള ഇൻഡ്യൂസർ, അയാൾ കാരണമാണ് ഈ സിസ്റ്റം ഓൺ ആകുന്നത്. സോ ഇൻഡ്യൂസർ ഉണ്ടാകും. തുടക്കത്തിലൊരു റിപ്രസർ ജീൻ ഉണ്ടാകും, അത് റിപ്രസർ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു. പിന്നെ പ്രൊമോട്ടർ ഉണ്ട്, പ്രൊമോട്ടറിൽ നിന്നാണ് RNA പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ടാകുന്നത്. പിന്നെ അത് സ്ട്രക്ചറൽ ജീനിലേക്ക് പാസ് ചെയ്യുന്നതിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന, കൺട്രോൾ ചെയ്യുന്ന ഓപ്പറേറ്റർ ജീൻ ഉണ്ടാകും. അടുത്ത ആളിനെ പറഞ്ഞു. പിന്നെ ഉള്ളത് നമ്മുടെ സ്ട്രക്ചറൽ ജീനുകളാണ്. സ്ട്രക്ചറൽ ജീനുകളാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുക? ഈ 3 എൻസൈമുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചറായിട്ട് മാറുക. ഓക്കെ, ഇനി ഇതിൻ്റെ വർക്കിംഗ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇൻഡ്യൂസർ എന്ന് പറയുന്ന സാധനം ഇല്ല എങ്കിൽ, ലാക്ടോസ് ഇല്ല എങ്കിൽ, റിപ്രസർ പ്രോട്ടീൻ റിപ്രസർ ജീനിൽ നിന്ന് ഉണ്ടാകുകയും അത് ഓപ്പറേറ്ററിൽ വന്ന് അറ്റാച്ച് ചെയ്ത് ഓപ്പറേറ്ററിൽ വന്ന് ബൈൻഡ് ചെയ്തതിന് ശേഷം ഈ RNA പോളിമറൈസിന് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുകയും ചെയ്യും. ഓക്കെ, ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഡ്യൂസർ പ്രസന്റ് ആണെങ്കിൽ, ഇഫ് ഇൻഡ്യൂസർ ഓർ ദ ലാക്ടോസ് ഈസ് പ്രസന്റ്, ഈ ലാക്ടോസ് മോളിക്യൂൾ, ഞാനിവിടെ കറുപ്പായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന സാധനം ഇതാണ് ലാക്ടോസ്. ഈ ലാക്ടോസ് വന്ന് ഇവിടെ നിന്നുണ്ടാകുന്ന റിപ്രസർ പ്രോട്ടീനിലേക്ക് ബൈൻഡ് ചെയ്യും, അറ്റാച്ച് ചെയ്യും. അങ്ങനെ റിപ്രസർ പ്രോട്ടീനിൻ്റെ സ്ട്രക്ചർ മാറുകയും അത് ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്യാൻ അൺഫിറ്റ് ആകുകയും ചെയ്യും. ഇനി ഇദ്ദേഹത്തിന് ഇവിടെ ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ഈ ഓപ്പറേറ്റർ സൈറ്റ് ബിക്കം ഓപ്പൺ, അത് ഓപ്പൺ ആയി കൊടുക്കും. സോ ആർക്കിവിടെ സഞ്ചരിക്കാം? RNA പോളിമറൈസിന് ഈസിയായി ഓപ്പറേറ്ററിലൂടെ പാസ് ചെയ്ത് ലാക്ക് ഇസഡിലെത്തുമ്പോൾ അവിടെ നിന്ന് ഓട്ടോമാറ്റിക്കായി എന്തുണ്ടാകും? ബീറ്റ ഗാലക്ടോസിലേസ് എൻസൈം ഉണ്ടാകും. ഇവിടെ എത്തുമ്പോഴേക്കും പെർമിയസ് ഉണ്ടാകും. ഇവിടെ എത്തുമ്പോഴേക്കും ട്രാൻസ് അസെറ്റിലേസ് ഉണ്ടാകും. 3 എൻസൈമും വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ ലാക്ടോസുകളും കൺവേർട്ട് ചെയ്ത് അവിടെ നിന്ന് ഗ്ലൂക്കോസും ഗാലക്ടോസും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതായത് സിസ്റ്റം ഓണായി കിടക്കും. എപ്പോഴാണോ അവസാനത്തെ ലാക്ടോസും തീരുന്നത് അപ്പോഴേക്കും റിപ്രസർ ഫ്രീ ആകും. റിപ്രസർ വന്ന് ഈ സിസ്റ്റം ഓഫ് ചെയ്യും. ഇതിനെയാണ് ലാക്ക് ഓപ്പറോൺ എന്ന് പറയുക. ഒന്നുകൂടെ പോയിന്റ് ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഒരു മെറ്റബോളിസം നിയന്ത്രിക്കുന്ന എ സെറ്റ് ഓഫ് ജീൻ വിച്ച് റെഗുലേറ്റ് എ മെറ്റബോളിസം ഈസ് കാൾഡ് ഓപ്പറോൺ. That operon which regulate lactose metabolism is called lac operon. In lac operon there are different kinds of genes are present. Repressor gene which produce repressor protein. That protein can bind to the operator site. Second is the promoter site which produce RNA polymerase. RNA polymerase produce ചെയ്യപ്പെടുന്ന ഒരു promoter site ഉണ്ടാകും. The next
There's the operator site, operator region. Operator region ഞാൻ നേരത്തെ പറഞ്ഞ പോലെ in which the repressor protein attaches. Then the structural gene, 3 set of gene which produce the enzyme. അതാരൊക്കെയാണ്? LAC-Z, LAC-Y, LAC-A. LAC-Z beta galactose which produce beta galactose, LAC-Y produce permease, LAC-A produce trans-acetylase. If the inducer or the system switch on substance or the substrate named lactose is absent, the repressor protein directly bind with the operator and the system switch off. If the lactose present, lactose bind with the repressor protein and modify the structure of repressor protein. So repressor protein cannot bind with the operator. So the operator become free. RNA polymerase easily move to the structural gene and produce 3 types of enzyme and the metabolism work. Clear? This is called lac operon. Okay? Thank you.